കുഞ്ഞിനെ പഠിപ്പിക്കാനുള്ള ഒരു പ്ലാനിലാണ് ഞാൻ ആദ്യം സാറിന്റെ ക്ലാസ് ജോയിൻ ചെയ്തത്. അപ്പം ഈ എനിക്ക് കുട്ടിക്കാലം മുതലേ ചെറുതായിട്ട് ഒരു ഡ്രോയിങ്ങിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ കുഞ്ഞിനെ ഒന്ന് പഠിപ്പിക്കാൻ നോക്കിയപ്പോഴാണ് സാറിന്റെ ക്ലാസ് ഇച്ചിരിയും കൂടെ ഇന്ററാക്റ്റീവ് ആണ്. അപ്പം അവളെക്കാൾ കൂടുതൽ എനിക്കത് ഉപയോഗപ്പെടുമെന്ന് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ പഠിപ്പിച്ച അവർക്കും പഠിക്കാലോ എന്നൊരു തോന്നലില് എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മള് ഡയറക്റ്റ് ആയിട്ട് വേറൊരിടത്ത് പോയിരുന്ന് പഠിക്കുന്നതിനേക്കാളും നമ്മുടെ ഒരു കംഫർട്ട് സോണില് നമ്മുടെ ടൈം അനുസരിച്ച് നമ്മുടെ ഒരു സേഫ് സ്പേസിൽ ഇരുന്ന് പഠിക്കുന്നത് ഇച്ചിരി കൂടെ എന്നെ പോലുള്ളവർക്കായിരിക്കും എന്തായാലും എനിക്കത് ഇച്ചിരി കൂടെ കംഫർട്ടാണ്. ഒരു നമ്മുടെ ടൈം എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളത്രയും ടൈം എടുക്കാം. പിന്നെ സാറിന്റെ വീഡിയോസിൽ ഇച്ചിരി കൂടെ ഓരോ ചെറിയ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് പോയി ക്ലിയർ ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോയി നോക്കിയിട്ട് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. സാറിന്റെ കാര്യത്തിൽ ഒരു ഡ്രോയിങ്ങിനേക്കാളും കൂടുതൽ ഞാൻ മെയിൻ ആയിട്ട് വീക്ക്ലി മീറ്റിങ്ങിന് വരുന്നത് എന്താ പറയാ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയാ. പ്രത്യേകിച്ച് ഒരു ഗോളില്ലായ്മ എന്നൊരു പ്രശ്നം എനിക്ക് പണ്ടോട്ടേ ഉണ്ടായിരുന്നു. സാറിന്റെ ക്ലാസ്സിൽ വന്നേ പിന്നെ എന്താ പറയാ ഒരു ലൈഫിൽ പ്രത്യേകിച്ച് ഒരു ഗോൾ വന്നതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് ഇത് ചെയ്യണം, അല്ലെങ്കിൽ കാര്യങ്ങൾ ഈ ഒരു ടൈമിൽ ഇത് ചെയ്യണം. പറയാ കുറച്ചും കൂടെ ഒരു മോട്ടിവേഷൻ ആയിട്ടും ലൈഫിൽ ഗോൾ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഡെയിലി ഒരു ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ കുറച്ചും കൂടെ ഒരു ബെറ്റർ അപ്രോച്ച് ഇപ്പൊ ലൈഫിൽ വന്നിട്ടുണ്ട്. ഭയങ്കരമായ സപ്പോർട്ടുള്ള ഒരു ഗ്രൂപ്പാണത്. ഇപ്പൊ നമ്മുടെ ഡ്രോയിങ്സ് നമുക്കിപ്പോ കാണിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് തന്നെ അറിയാൻ പറ്റും അതിനകത്ത് കുറെ കുറവുകൾ ഉണ്ടെന്ന്. നമ്മളപ്പ എല്ലാവരും സ്റ്റുഡൻസ് ആണ്, ഒരു വലിയൊരു പെർഫെക്ഷൻ ഒന്നും ആരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പക്ഷെ എന്നാലും അതിനകത്ത് എല്ലാവരും നല്ല രീതിയിൽ ഒരു എൻകറേജ്മെന്റ്, ചുറ്റിനുള്ള ഒരു 10 പേര് നല്ലത് പറയുമ്പോൾ നമുക്ക് തന്നെ ഇതിൽ നന്നായിട്ട് വരയ്ക്കണം. നമുക്ക് ഓൾറെഡി അറിയാം ഈ പിക്ചേഴ്സിന് ഇത്രയും കുറവുണ്ട്, നമ്മൾ വരച്ച് വരുന്നതേ ഉള്ളൂ എന്നൊക്കെ അറിയാമെങ്കിൽ കൂടി ആ ഒരു എൻകറേജ് ചെയ്യാൻ ചുറ്റിനും കുറച്ച് പേരുണ്ട്, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. സാറും റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് നമുക്കിപ്പോൾ പോസിറ്റീവ് അറിയാൻ പറ്റും, നെഗറ്റീവ് അറിയാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് കൂട്ടായ്മയായ ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനസ് അതിൻ്റെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ അടുത്തറിയാനുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഫാത്തിമ അനീഷ് ഉണ്ട്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് ഫാത്തിമ നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പോൾ അത് നമുക്ക് പരിചയപ്പെടാം. എന്തൊക്കെ ആക്ഷൻസ് എടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു റിവാർഡ് കരസ്ഥമാക്കിയെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിനുശേഷം ഫാത്തിമയുടെ ആർട്ട് വർക്ക് കൂടി നമുക്ക് റിവ്യൂ ചെയ്യാം. അപ്പോൾ ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? അതിൻ്റെ ഒപ്പം തന്നെ ആർട്ട് പഠിക്കാൻ തുടങ്ങിയത് ഏത് പ്രായം മുതലാണെന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് പറയാമോ? എൻ്റെ പേര് ഫാത്തിമ. ഇപ്പൊ ഞാൻ ദുബായിലാണ്, പക്ഷെ ഞങ്ങൾ നാട്ടില് ആലപ്പുഴയാണ് സ്ഥലം. ഇവിടെ ഇപ്പം ഒരു 2 വർഷം ആയുള്ളൂ. അപ്പം ഇവിടെ വന്നിട്ട് ഈ ഒരു ബോറടി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാനിങ്ങനെ കുഞ്ഞിനെ പഠിപ്പിക്കാനുള്ള ഒരു പ്ലാനിലാണ് ഞാൻ ആദ്യം സാറിന്റെ ക്ലാസ് ജോയിൻ ചെയ്തത്. അപ്പം എനിക്ക് കുട്ടിക്കാലം മുതലേ ചെറുതായിട്ട് ഒരു ഡ്രോയിങ്ങിനോട് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് പഠിക്കണം എന്നൊരു തോന്നലിലേക്ക് പോയില്ല. വീട്ടുകാരാണെങ്കിൽ തന്നെ എന്നെ കോമ്പറ്റീഷൻ കൊണ്ട് ചേർക്കും, പക്ഷെ അവർക്കും എന്നെ പഠിപ്പിക്കണം എന്നൊരു തോന്നൽ വന്നിട്ടില്ല. അപ്പം ഇങ്ങനെ കുഞ്ഞിനെ ഒന്ന് പഠിപ്പിക്കാൻ നോക്കിയപ്പോഴാണ് സാറിന്റെ ക്ലാസ് ഇച്ചിരിയും കൂടെ ഇന്ററാക്റ്റീവ് ആണ്. അപ്പം അവളെക്കാൾ കൂടുതൽ എനിക്കത് ഉപയോഗപ്പെടുമെന്ന് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ പഠിപ്പിച്ച അവർക്കും പഠിക്കാലോ എന്നൊരു തോന്നലില് അങ്ങനെ ഞാൻ സാറിന്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആയതാണ്. യെസ്, ഒരുപാട് സന്തോഷമാണ്. നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് പേര് പാരൻസ് ക്ലാസ് എടുത്തിട്ട് കുട്ടികളെ, സ്വന്തം മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി എനിക്ക് അറിയാനുള്ള ഒരു കാര്യം, അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, ഏത് സമയത്താണ് പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ ക്ലാസ് കണ്ടിട്ട്, അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ഇപ്പൊ കുറച്ച് ടൈം എന്ന് പറയുന്ന ടൈം നമ്മൾ തന്നെ മാനേജ് ചെയ്യണ പോലെ ആയിരിക്കും. ഇപ്പം സ്കൂളിൽ കൊച്ചിനെ വിട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈമിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രോപ്പർ ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ വെക്കാറുണ്ട്. ഇപ്പൊ എനിക്കൊരു ബേസിക് എല്ലാം ആയി കഴിയുമ്പോൾ അവളെ പഠിപ്പിക്കാൻ ഇച്ചിരി കൂടെ എളുപ്പമാണ്. ഇപ്പൊ വേറൊരു ഇങ്ങനെ ക്ലാസ്സിൽ അവളെ ഇരുത്തുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പൊ സാറിന്റെ ഓരോ പോയിന്റ്സ് വെച്ചിട്ട്, ഇപ്പം സാറിന്റെ ക്ലാസ്സിൽ ബേസിക് പോയിന്റ്സ് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പോയിന്റ്സ് വെച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ട് അതേപോലെ തന്നെ അതെനിക്ക് മനസ്സിലായാൽ എനിക്ക് അവൾ പഠിപ്പിക്കാൻ ഇച്ചിരി കൂടെ എളുപ്പമാണ്. ഇപ്പൊ എനിക്കൊരു ബേസിക് ഇല്ലെങ്കിൽ എനിക്ക് അവൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. സാറിന്റെ ക്ലാസ് ബേസിക് തൊട്ട് ഓരോ കാര്യങ്ങളും വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പം എനിക്കത് മനസ്സിലായത് കൊണ്ട് എനിക്ക് അവളെ പഠിപ്പിക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ.
സ്വന്തം കുട്ടീനെ വേറൊരു ടീച്ചറെ കൊണ്ട് പഠിപ്പിക്കുന്നതും സ്വന്തമായിട്ട് പഠിപ്പിക്കുന്ന തമ്മിൽ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്നൊന്ന് പറയാവോ? എന്തൊക്കെ ഡിഫറൻസ് തോന്നി? ഡിഫറൻസ് ചില സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതൊരു കാര്യം. സ്വന്തം ഉം. കുട്ടിയായിട്ട് അവൾ എന്ത് വേണേ കാണിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയാ, അവളുടെ മിസ്റ്റേക്ക് നമുക്കറിയാം. അവള് ഒരു ഗ്രാജുവൽ ആയിട്ട് എത്ര നാൾ കൊണ്ടാണ് ഇവള് ചെയ്യുന്നത്. അവള് കുഞ്ഞിലെ തൊട്ട് അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു താല്പര്യം നമുക്കറിയാം. ഇപ്പം അവളിപ്പോ എത്ര വർഷം കൊണ്ട് ഇപ്പൊ കുഞ്ഞിലെ എന്താ ചെയ്തത്, കുറച്ചും കൂടെ വലുതാകുമ്പോ എന്താ ചെയ്യുന്നത്, നമുക്ക് ആ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ആ ഒരു ഇമ്പ്രൂവ്മെന്റ് അറിയാവുന്നതുകൊണ്ട് നമുക്കിപ്പോ ഏത് ലെവലിലാണ് സാറ് പറയണത്, ഇപ്പൊ ഏത് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അത് ഇച്ചിരി കൂടെ നല്ലതാണ്. അപ്പൊ നമുക്ക് മൂന്നാമതൊരാൾക്ക് ഇപ്പൊ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ ഞാനിപ്പോ ആ ഒരു ഗ്രോത്ത് കണ്ടു വളർന്നതുകൊണ്ട് അത് ഇച്ചിരി കൂടി എളുപ്പമാണെന്ന് തോന്നുന്നു. യെസ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഫോക്കസ് നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും അല്ലേ? വേറൊരു ടീച്ചറിനേക്കാൾ ഉപരി ആ. മാതാപിതാക്കളായ നമ്മൾക്ക് കുറച്ചൊരു ഫോക്കസ്, പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എടുക്കുന്ന സമയത്ത് ചെറിയ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു ഓഫ്ലൈനിൽ. പലപ്പോഴും ഞാൻ ഉം. ശ്രദ്ധിച്ചൊരു കാര്യം, കുട്ടികൾ പെൻസിൽ പിടിക്കുന്ന രീതി ഉണ്ടല്ലോ, അതിലൊരുപാട് ഉം. പേർക്ക് ഡിഫറൻസുകളുണ്ട്, മിസ്റ്റേക്കുകളുണ്ട്. അപ്പം ഞാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയിരുന്ന ഒരു ഏരിയ, ആർട്ട് ക്ലാസ്സിൽ ഒരു കുട്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൊണ്ട് പ്രോപ്പറായിട്ട് ഒരു പെൻസിൽ പിടിപ്പിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഒരു സ്കൂളിലൊക്കെ പോയിട്ട് ടീച്ചർമാർ ശ്രദ്ധിക്കാതെ തെറ്റായ രീതിയിലൊക്കെയാണ് പെൻസിൽ പിടിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ മുറിക്കാതെ എഴുതാൻ മാത്രമല്ല അവിടെ പഠിപ്പിക്കുന്നുള്ളൂ, ഉം. മാക്സിമം ഉം. തെളിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് അവർ പെൻസിൽ പിടിച്ച് ശീലിക്കുന്നുണ്ടായിരിക്കുക. പ്രത്യേകിച്ച് ഉം. മാതാപിതാക്കൾ തന്നെ ആർട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടിയുടെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് തിങ്സ് മാതാപിതാക്കൾ കറക്റ്റ് ഒരു ടീച്ചറിനെക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ആ. എന്നുള്ളതാണ്. അപ്പം അല്ല, അതിലൊരുപാട് സന്തോഷമുണ്ട്. പിന്നെ പറഞ്ഞു. അവർക്ക് മെയിൻ ആയിട്ട് അറിയാത്തത് ഇപ്പം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ ഉം. എന്തൊക്കെയോ വരയ്ക്കുന്നുണ്ട്. മീൻസ് രൂപങ്ങൾ വരയ്ക്കും, ഒക്കെ വരയ്ക്കും. പക്ഷെ സ്ട്രെയിറ്റ് ലൈൻ കറക്റ്റ് ആയിട്ട് വരയ്ക്കുക, ഈ സർക്കിൾ കറക്റ്റ് ആക്കുക, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളിലേക്ക് പുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ സാധാരണ ഒരു സാറ് പഠിപ്പിക്കുമ്പോഴാണല്ലോ. ഇപ്പം അവള് ഇപ്പൊ കാണുന്ന കുട്ടികളെ വരയ്ക്കുള്ളൂ, അപ്പം അവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനം വരയ്ക്കുള്ളൂ. അതിനകത്ത് ഇങ്ങനെ ഒരു ലൈൻ കൃത്യമായിട്ട് വരയ്ക്കണം എന്നുള്ള തോന്നലൊന്നും വരാറില്ല. ഇപ്പം ഞാൻ അതിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ജസ്റ്റ് ലൈൻ നിങ്ങൾക്ക് കറക്റ്റ് ആക്കുക, മറ്റേ ഔട്ട്ലൈൻ കറക്റ്റ് ആക്കുന്നൊക്കെ ആ രീതിയിലാണ് ഞാൻ കൂടുതൽ പറയാ. ഒരുപാട് സന്തോഷം. അപ്പോൾ ഞാൻ നമ്മുടെ ആർട്ട് വർക്ക് ഒന്ന് റിവ്യൂ ചെയ്യട്ടോ, ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത്. ഓപ്പൺ ചെയ്തോട്ടെ. പ്രൊഫൈൽ നെയിം എന്തായിരുന്നു? ഫാത്തിമ അനീഷ്. ഞാൻ ഫസ്റ്റ് മുതലുള്ള ജോയിൻ ചെയ്തപ്പോൾ മുതലുള്ളത് നോക്കാട്ടോ. കോഴ്സ് എവിടെ വരെ എത്തി? കോഴ്സ് പോർട്രേറ്റ് ഡ്രോയിങ്, അത് അഡ്വാൻസ് പോർട്രേറ്റ് ഡ്രോയിങ് ഫിനിഷ് ചെയ്ത് ഞാൻ അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് തന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് കളർ പെൻസിലേക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത് കൊണ്ട് ഞാനങ്ങ് നിർത്തി വെച്ചേക്കാം. നല്ല അടുത്ത മാസം ഡിസിഷനാണ്. ആവട്ടെ. ഇപ്പൊ ഈ ഒരു മാസത്തെ ഒരു ഗോള്, അപ്പൊ ഈ മാസം കൊണ്ട് പോർട്രേറ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് മതി ഇനി കളറിലേക്ക് തൊടുക. നമ്മളിപ്പോ ഏതെങ്കിലും ഒരെണ്ണം ഒരു കോൺഫിഡൻസ് വേണമല്ലോ എന്ന് വെച്ചിട്ട്. ഏത് സബ്ജക്റ്റ് വരയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയത്? ഞാനിപ്പോ പോർട്രേറ്റിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. വെച്ചാൽ അതൊന്ന് തീരുമാനം ആവട്ടെ എന്ന് വെച്ചിട്ട്. അപ്പൊ അതൊന്നായിട്ടേ ഉള്ളൂ, ഞാൻ ബാക്കി നോക്കാം. ഇതാണ് ക്ലാസ്സിൽ വന്നിട്ട് ആദ്യമായിട്ട് വരയ്ക്കുന്ന ഒരു ചിത്രം അല്ലേ? ആ, ഇത് ഞാനൊരു 6 വരച്ചതിൽ ഏറ്റവും ഭേദമുള്ള ഒരെണ്ണം പോസ്റ്റ് ചെയ്തേക്കുന്നത്. ബാക്കി 5 ഭയങ്കര മോശമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഞാൻ ഒബ്ജക്ട് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഷെയ്ഡിങ് ചെയ്തിട്ടുണ്ട്, പെയിന്റിങ് ചെയ്യുന്നുണ്ടല്ലേ? ഇത് പണ്ട് ചെയ്തതാ, ഒരു കൊറോണ ടൈമിൽ വെറുതെ ഇരുന്നപ്പോ ഒരു താല്പര്യത്തിന് ചെയ്തതാ. എന്ത് പെയിന്റ്? വാട്ടർ കളർ ആണോ? അല്ല, അക്രിലിക്. അക്രിലിക്. ഓക്കെ. അപ്പോഴും ഉണ്ട് ഷേപ്സ് എനിക്ക് കൃത്യമായിട്ട് വരില്ല. ആ ഫേസ് ഒക്കെ എനിക്ക് ഫേസ് ചെയ്യണം എന്നുണ്ടായിരുന്നു ആ ലേഡിയുടെ. പക്ഷെ ഈ കണ്ണും മൂക്കും ഒക്കെ ഒരു എനിക്കൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് ബാക്ക് ആക്കുന്നു. ഇതാണ് ഞാൻ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്രാവശ്യം ആദ്യമായിട്ട് വരച്ചത്. എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയത് ഈ പിക്ചർ വരച്ചപ്പോഴാണ്. ഇത് വരച്ചപ്പോ എന്തൊക്കെ മാറ്റങ്ങൾ തോന്നി? ഇപ്പൊ നമ്മൾ കുറച്ച് പഠിച്ചതിന് ശേഷമായിരിക്കുമല്ലോ ഇത് ആ, വരച്ചിട്ടുണ്ടായിരിക്കുക. അതെ അതെ അതെ. നമ്മളിപ്പോ നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് രണ്ടുപേരും തമ്മിലും. അപ്പോഴും തോന്നിയായിരുന്നു. പക്ഷെ എന്താ പറയാ, ഒരു സീറോയിൽ നിന്ന് ഒരു അവിടെ വരെ എത്തിയത് വലിയ ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു.
ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരച്ച ചിത്രങ്ങളല്ലേ? ആ ഇത് ഇതിന് മുന്നത്തത് ഈ ഈ ഈ ആ ഒരു ഇതിന്റെ മുന്നത്തെ ഫോട്ടോ ഇല്ലേ, ഉം, ഇതല്ല ഇതിന്റെ പുറകിൽ കണ്ടത്. ഇതിൽ നിന്നാണ് ഞാൻ ചാർക്കോൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തത്. ഉം, അപ്പൊ ഇത് ഫുൾ ഫ്രെയിമിലുള്ള പിക്ചർ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഷെയ്ഡ് ഒക്കെ കറക്റ്റ് ആക്കി എടുക്കാമായിരുന്നു. ഉം. ചാർക്കോൾ ഇച്ചിരിയും കൂടെ, ചാർക്കോളിൽ മറ്റേ ഗ്രാഫൈറ്റിനേക്കാളും കുറച്ചും കൂടെ ഒരു ഡെപ്ത് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഉം. അതുകൊണ്ട് ഞാൻ ചാർക്കോൾ ട്രൈ ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് മറ്റേ ഞാൻ ആ പോർട്രേറ്റ് വരച്ചപ്പോ എനിക്ക് അതിന്റെ ഒരു കോൺഫിഡൻസ് മൊത്തം പോയിട്ടുണ്ട്. ചാർക്കോൾ ഈ പിക്ചർ പെൻസിൽ ഒരുപാട് ഞാൻ അത് പറഞ്ഞുതരാം കേട്ടോ, ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഗ്രാഫൈറ്റ് ഉണ്ട്, എനിക്ക് ഇച്ചിരിയും കൂടെ ഉണ്ട്. സ്മൂത്ത് ടെക്സ്ചർ കിട്ടും, എനിക്ക് കോൺഫിഡൻസ് കിട്ടും. എങ്ങനെയൊക്കെ പോയാലും വരയ്ക്കുമ്പോൾ ഒരു ഇത് കിട്ടും. പക്ഷെ ചാർക്കോളിലേക്ക് ആ ഒരു ഇത് വരുന്നില്ല. Okay. ഈ ഗ്രാഫൈറ്റ് ഏത് പെൻസിലാണ് യൂസ് ചെയ്യുന്നത്, ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്? ആർട്ട്ലൈൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ. ഐവറി ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇവിടെ കുറെ തിരക്കിയിട്ട് അത് ഐവറി ഷീറ്റ് കിട്ടിയില്ല. ഉം, ഞാനത് ഇപ്പൊ പിന്നെ ഷോപ്പൊക്കെ നോക്കി കണ്ടുവച്ചിട്ടുണ്ട്. ഉം. Yes. ഞാൻ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സിന്റെ ഏരിയാസ് പറഞ്ഞുതരാം. നല്ല പെട്ടെന്ന് തന്നെ കുറച്ച് ചുരുങ്ങിയ കാലയളവിൽ തന്നെ നല്ലൊരു മാറ്റം കാണുന്നുണ്ട്. അത് സ്വന്തമായിട്ട് എടുക്കുന്ന എഫേർട്ടിൻ്റെയും കൂടിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ശരിക്കും നമ്മളൊരു കാര്യം പഠിപ്പിക്കുമ്പോഴാണ് നമ്മളതിൽ കുറെ കൂടി സിൻസിയർ ആവുക എന്ന് പറയാം. നമ്മൾ പഠിക്കണേക്കാൾ കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സിൻസിയർ ആവും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ചുരുങ്ങിയ കാലയളവിൻ്റെ അകത്ത് ഈ ഒരു റേഞ്ചിലോട്ട് വരച്ചെത്താനായിട്ട് സാധിച്ചത്. കുറച്ച് ഏരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെന്റ് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം ഹെയർ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ലെയർ ചെയ്യാൻ പോർഷൻ പറ്റും. ബൈ പോർഷൻ. അത് പോർഷൻ ബൈ പോർഷൻ ഞാൻ അതൊക്കെ കുറെ ട്രൈ ചെയ്തു. പക്ഷെ അത് ലാസ്റ്റ് വരച്ചു വന്നപ്പോഴേക്കും എല്ലാം ഒരുപോലെ ആയി. അത് പെൻസില് 10B പെൻസിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ, യൂസ് ചെയ്യാറുണ്ടോ? ഇത് 10B. പെൻസിൽ ഒന്നും കൂടി എനിക്ക് ഷാർപ്പൻ ഒന്നെങ്കിൽ ചെയ്തിട്ട്, പേപ്പറിന്റെ ആയിരിക്കും. പേപ്പറിന്റെ ആവാൻ ചാൻസ് ഉണ്ട്. ഷാർപ്പന്റെ പ്രശ്നം. പേപ്പർ ചെറുതായിട്ടൊന്ന് റഫ് ആയിട്ടുള്ള പേപ്പറാണ്. പക്ഷെ ഇതിൽ തന്നെ കുറച്ചും കൂടി ഡാർക്ക് കൊണ്ടുവരാൻ പറ്റും. പെൻസിൽ ഒന്നും കൂടി ഷാർപ്പൻ ചെയ്തിട്ട് 10B പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പൻ ചെയ്തിട്ട് കുറച്ചും കൂടി പ്രഷർ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കിക്കോളൂ. ഇത്തിരി കൂടി പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് നമുക്ക് കിട്ടും തീർച്ചയായിട്ടും. പിന്നെ ചാർക്കോൾ പെൻസിലിന്റെ കാര്യം, നമുക്ക് ശരിക്കും ഡെപ്ത് ആയിട്ടുള്ള ബ്ലാക്ക് കളേഴ്സ് കിട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റിനേക്കാളും ചാർക്കോൾ. ഞാനിപ്പോൾ വരച്ചൊരു ഡ്രോയിങ് കാണിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ഇന്നലെ ചുമ്മാ ഇരുന്നപ്പോൾ ചെയ്തതാണ്. ഇതിൽ ഞാൻ ഗ്രാഫൈറ്റ് യൂസ് ചെയ്തിട്ടില്ല, പ്യൂർലി ചാർക്കോൾ പെൻസിൽ മാത്രമാണ്. ഇത് കണ്ടോ? അതൊരു വെറുതെ ഒരു 10 മിനിറ്റ് കൊണ്ട് പ്രാക്ടീസിന്റെ പുറത്ത് വരച്ചതാണ്. ഇതിൽ ഞാൻ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്തിട്ടില്ല, ഇത് മൊത്തം പൗഡറാണ്. ഗ്രാഫൈറ്റ് പൗഡറും ചാർക്കോൾ പെൻസിലും ചാർക്കോൾ പൗഡറാണ് കൂടുതൽ. ബ്ലെൻഡിങ് സ്റ്റമ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഡിഫറെന്റ് മെത്തേഡിൽ ഗ്രാഫൈറ്റ് പൗഡറോ ചാർക്കോ പൗഡറോ? ഗ്രാഫൈറ്റ് പൗഡർ ഉണ്ട്, ചാർക്കോൾ പൗഡർ ഉണ്ട്. പിന്നെ മൂക്കിന്റെ ഉള്ളിൽ മാത്രം ചെറുതായിട്ടൊന്ന് ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് എഡ്ജ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നോർമൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്തിട്ടില്ല, ഹാച്ചിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്തൊരു ചിത്രമാണ്. അപ്പോൾ ഈ ചാർക്കോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ബെനിഫിറ്റ്. കണ്ടോ, ഈ ഒരു ബ്ലാക്ക് കണ്ടോ ഡെപ്തിൽ ഉള്ളിലൊക്കെ വരുന്നൊരു. കൂടാതെ ഗ്ലേസിങ് ഇല്ല അതിന്, കണ്ടോ? എവിടെ നോക്കിയാലും ഗ്ലേസിങ് കിട്ടില്ല. അപ്പം അതാണ് ബെനിഫിറ്റ്. ചാർക്കോൾ പെൻസിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും, പ്രത്യേകിച്ച് ഇതുപോലത്തെ ഡാർക്ക് ഏരിയാസ് ഹെയർ ചെയ്യുന്ന സമയത്ത്, ഐബ്രോസ്, കണ്ണിൻ്റെ ഐലാഷസ്, കണ്ണിൻ്റെ അകത്ത് കൃഷ്ണമണിയൊക്കെ ചെയ്യുന്ന സമയത്ത് ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും. ഇപ്പം നെക്സ്റ്റ് ചിത്രം വരയ്ക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചാർക്കോൾ ചാർക്കോൾ ആ പെൻസിൽ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ പാടാണ്. ശീലമാകത്തിന്റെ ആയിരിക്കും. ആ ഒരു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ, അതിന്റെ ആയിരിക്കും. ചാർക്കോൾ പെൻസിൽ ഹാർഡ് ആയിരിക്കും. അതായത് ഈ പറഞ്ഞ പോലെ പൊടിഞ്ഞു പോകുന്ന ഒരു ഫീലാ. രണ്ടും രണ്ട് ഡിഫറെന്റ് ഫീലാ. പക്ഷെ നമുക്ക് ഡെപ്ത് കൂടുതൽ ഡാർക്ക് ഷെയ്ഡ് വേണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൂള് ചാർക്കോൾ തന്നെയാണ്. അപ്പൊ അതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. യെസ്. എൻ്റെ അടുത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? ഡൗട്ടോ ക്ലാരിറ്റി വരുത്താനോ എന്തെങ്കിലും ഉണ്ടോ? അല്ല, മെയിൻ ആയിട്ട് ഈ ചില പോർട്രേറ്റ്സിനൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പിച്ച് ബ്ലാക്ക് കാണത്തില്ലേ? ആ ഒരു ബ്ലാക്ക് അത് സ്മൂത്ത് ആയിരിക്കും, ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആയിരിക്കും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യാ? അതിന് നമ്മൾ ചാർക്കോൾ പൗഡറാണ്. ഞാൻ നോക്കട്ടെ, എൻ്റെ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്ത് നോക്കട്ടെ, വീഡിയോ ഉണ്ടാവും. നമ്മൾ ചാർക്കോൾ പൗഡറാണ് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ചാർക്കോൾ പൗഡർ കോട്ടണിൽ ഡിപ്പ് ചെയ്തിട്ട് അത് പതിയെ വൈപ്പ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇത് മറ്റേ സിംഹത്തിൻ്റെ ഒരു ഡിസൈൻ വർക്ക് ചെയ്തതാണ്. അപ്പം അതിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നുണ്ടോ?
ആ ഇത് ഇത് ചാർക്കോൾ പൗഡറാണ്. അപ്പോൾ നമ്മൾ ഔട്ട്ലൈനൊക്കെ ഇട്ട് കണ്ടോ, ആ ഔട്ട്ലൈനൊക്കെ ഇട്ടതിന് ശേഷം എഡ്ജൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം, എഡ്ജൊക്കെ നമ്മൾ ചാർക്കോൾ പെൻസിൽ വെച്ചിട്ടാണ് കറക്റ്റ് ചെയ്യുക. ഇത് കണ്ടോ, ഇത് ചാർക്കോൾ പെൻസിലാണ്, വുഡ്ലെസ് ചാർക്കോൾ പെൻസിലാണ്. അതിന് ശേഷം ഉം. ഉം, കണ്ടോ, അതിൻ്റെ മുകളിലൂടെ ചാർക്കോൾ പൗഡർ ഇട്ടിട്ട് ഒരു കോട്ടൺ ഉപയോഗിച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കും. ആ അങ്ങനെയാണ് ഈ ആ ഒരു ആ ബ്ലാക്ക് കളർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ആ ആ ഉവ്വ്. ചാർക്കോൾ ഞാൻ പൗഡർ ഓർത്തി ബ്രാൻഡിൻ്റെ അവൈലബിൾ ആണ്, പിന്നെ ഡിഫറെൻറ്റ് ബ്രാൻഡുകളൊക്കെ അവൈലബിൾ ആണ്. കുറെ കൂടി എഫക്റ്റീവ് ആയിരിക്കും, നല്ല ബ്ലാക്ക് ഡെപ്തിൽ കിട്ടും അത്. ആ ആ ഇതേ കണ്ടോ, അത് ഈ ഞാൻ ഒരു ചിലവര് ചില ആർട്ടിസ്റ്റിന്റെ വീഡിയോസ് കാണുമ്പോൾ അവര് ഈ ചാക്കോ പൗഡർ മറ്റേ ബ്രഷ് ഇട്ടിട്ട് ആ, അങ്ങനെ ഒരു സ്പ്രെഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. യെസ് ഞാനത് ചെയ്യാറുണ്ട്. ഏറ്റവും ഏറ്റവും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഹാച്ചിങ് മെത്തേഡ് പഠിച്ചിരിക്കണം. ഹാച്ചിങ് മെത്തേഡൊക്കെ പഠിച്ച് ഉം. ഷെയ്ഡൊക്കെ നോക്കി ഒബ്സർവ് ചെയ്ത് പെൻസിൽ കൊണ്ട് ചെയ്യാൻ പറ്റണം. പിന്നെ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആവുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, പൗഡറും. കാരണം ആ സമയത്ത് പൗഡറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഏത് ഷേപ്പിൽ പൗഡർ ഉപയോഗിച്ച് ചെയ്യണം എന്നൊക്കെ. നേരത്തെ തന്നെ യൂസ് ചെയ്ത് ഉം. കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും, റിസൾട്ട് ആ കിട്ടില്ല. ആ അപ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് ആ കഴിയുമ്പോൾ ചാർക്കോൾ പൗഡർ വാങ്ങാം, ഗ്രാഫൈറ്റ് പൗഡർ വാങ്ങാം, ഡ്രൈ ബ്രഷ് എന്ന് പറയുന്നത് നോർമൽ മേക്കപ്പ് ബ്രഷ് ഉപയോഗിക്കാം. ഞാനൊക്കെ യൂസ് ചെയ്യുന്നത് സാധാ സിന്തറ്റിക് ബ്രഷാണ്, പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിന്തറ്റിക് ബ്രഷ് ഉണ്ടല്ലോ, അത് അല്ല യൂസ് അപ്പൊ ചെയ്യാം. തീരെ അതിന്റെ അതിന്റെ ഹെയർ തീരെ സ്മൂത്ത് അല്ലേ, ഭയങ്കര. സ്മൂത്താണ്. അപ്പൊ അപ്പൊ അത് വെച്ചിട്ട് ഈ ഷെയ്ഡിങ് സ്മൂത്ത് ആക്കാൻ പറ്റുമോ? ആ, സ്മൂത്ത് ആക്കാൻ അത് ഈ പറ്റും. സ്മൂത്ത് ആയിട്ടുള്ള ബ്ലെൻഡിങ് നമുക്ക് ചെയ്യാൻ പറ്റും അത് ഉപയോഗിച്ചിട്ട്. ആ, ആ, ആ. ഞാൻ രണ്ട് മൂന്ന് ആർട്ടിസ്റ്റിന്റെ വീഡിയോ കണ്ടപ്പോ അവര് ഈ ചാർക്കോൾ പെൻസിൽ വെച്ചിട്ട് ഹാച്ചിങ് ചെയ്തിട്ട് അതിന്റെ മേളിൽ ഇച്ചിരി കൂടെ സ്മൂത്ത് ആക്കാൻ വേണ്ടി ബ്രഷ് യൂസ് ചെയ്യുന്നത് കണ്ടിരുന്നു. അപ്പൊ പക്ഷെ അത് ബ്രഷ് ബ്ലെൻഡിങ്ങിന് വേണ്ടി നമുക്ക് ബ്രഷ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കോട്ടൺ യൂസ് ചെയ്യാം, കോട്ടൺ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം, ബ്ലെൻഡിങ് സ്റ്റംപ് യൂസ് ചെയ്യാം. ഇത് മൂന്ന് ഡിഫറെൻറ്റ് എഫക്റ്റാണ് തരുന്നത്. ബ്ലെൻഡിങ് സ്റ്റംപ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കിട്ടും, കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ബ്ലെൻഡിങ് നമുക്ക് കിട്ടും. ആ, ഉം. ഈ കോട്ടൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ലാർജ് ഏരിയാസിൽ നമുക്ക് പെട്ടെന്ന് ഒരേ ടോണിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ ബ്രഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറെ കൂടി സ്മൂത്ത് ആയിട്ടുള്ള ബ്ലെൻഡിങ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ആ ഡിഫറൻസ് മനസ്സിലാവും. പിന്നെ ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇത് ഞാൻ പൗഡേഴ്സ് ഉപയോഗിച്ച് ചെയ്തൊരു പരിപാടിയാണ്. ഇതിന്റെ വീഡിയോ യൂട്യൂബിൽ ആ ഇടും, ഒരു 3-4 അടുത്ത ആഴ്ച ഞാൻ തോന്നുന്നു. അത് കണ്ടു കഴിയുമ്പോൾ ഓ പൗഡേഴ്സ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി കൂടി കിട്ടും. ആ ആ ആ. പിന്നെ സാർ ഈ സ്കിൻ ടെക്സ്ചർ ഉണ്ടല്ലോ, ആ സ്കിൻ ടെക്സ്ചർ ഇച്ചിരി കൂടെ മീൻസ് ഇപ്പൊ ഓരോരുത്തരുടെ സ്കിൻ കളർ ഓരോന്നായിരിക്കും. ഇപ്പം നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചേഴ്സ് വരയ്ക്കുന്നെങ്കിൽ കൂടി ഈ സ്കിൻ ടെക്സ്ചർ ഓരോരുത്തർക്ക് ഓരോ രീതിയിലാക്കാൻ വേണ്ടി എന്താ ചോദിച്ചത്, ഇപ്പൊ നന്നായി ഇച്ചിരി ഡാർക്ക് കളേഴ്സ് ഉള്ളവർക്ക് അപ്പൊ നമ്മളത് കൂടുതൽ ഷെയ്ഡ് ചെയ്തിട്ടാണോ അങ്ങനെ കളറാക്കുന്നത്? രണ്ട് തരത്തിൽ ചെയ്യും, നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫെയർ ആയിട്ടുള്ള വെളുത്ത സ്കിന്നുള്ളവരുടെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പെൻസിൽസ് താഴെ ലൈറ്റ് ആയിട്ടുള്ള പെൻസിൽസ് ആയിരിക്കും. HB, 2B, 4B ആ റേഞ്ചിലുള്ള പെൻസിൽസ് ആയിരിക്കും. ഈവൻ ഭയങ്കര ഫെയർ ഒക്കെ ആണെങ്കിൽ നമ്മൾ H ഗ്രേഡ് പെൻസിൽ യൂസ് ചെയ്യാറുണ്ട്, 2H പെൻസിൽ യൂസ് ചെയ്യും, ലൈറ്റ് ആയിട്ടുള്ള പെൻസിൽ യൂസ് ചെയ്യും. ഇനി ഡാർക്ക് ആയിട്ടുള്ള സ്കിന്നുകൾ ഉള്ളവർക്ക്, അതായത് ബ്ലാക്ക് പോലത്തെ സ്കിന്നുകൾ ഉള്ളവർക്ക് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഡാർക്ക് ആയിട്ടുള്ള പെൻസിൽ യൂസ് ചെയ്യാം, 6B, 8B, 10B യൂസ് ചെയ്യാം. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ഫെയർ ആയിട്ടുള്ള ഒരാളുടെ ഫോട്ടോ ആണ് നമ്മൾ നോക്കി വരയ്ക്കുന്നത്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസിൽ 8B, 10B ആണെങ്കിൽ ആ ഡ്രോയിങ് കാണുന്ന ഒരാൾക്ക് വരച്ച ആളുടെ ഫോട്ടോ, കറുത്ത ഒരാളുടെ ഫോട്ടോ വരച്ച പോലത്തെ ഒരു ഫീൽ കിട്ടും, ഡാർക്ക് ആ ആയിട്ടുള്ള സ്കിൻ വരും. ആയിട്ടുള്ള. ആ മനസ്സിലാവുന്നുണ്ട്? ആ ഇപ്പോൾ ഫെയർ സ്കിൻ ആണെങ്കിൽ എപ്പോഴും ലൈറ്റ് ടോൺസ് കൂടുതൽ യൂസ് ചെയ്യുക, ലൈറ്റ് ആയിട്ടുള്ള പെൻസിൽസ് കൂടുതൽ യൂസ് ചെയ്യുക. ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ ആണെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള പെൻസിൽ യൂസ് ചെയ്യുക. അങ്ങനെ അതിന്റെ സൊല്യൂഷൻ ആ പലപ്പോഴും പല ബിഗിനേഴ്സ് ചെയ്യുന്ന മിസ്റ്റേക്കാണ്. ചില കയ്യിൽ ഇപ്പോൾ ചിലപ്പോൾ ഒറ്റ പെൻസിൽ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരു 6B പെൻസിലായിരിക്കും, അതുകൊണ്ട് എല്ലാ പോർട്രേറ്റും വരയ്ക്കും. അപ്പം അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എല്ലാ ഉം. പോർട്രേറ്റിന്റെ സ്കിൻ ടോൺ സെയിം പോലെ ഇരിക്കും, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ആ പറ്റൂല. ആ ആ ആ അതെന്റെ ഒരു വലിയ ഡൗട്ടായിരുന്നു അത്. പിന്നെ എന്തായിരുന്നു, ഈ ഓരോ പിക്ചേഴ്സിനും നമ്മൾ മീൻസ് ഇപ്പൊ നമ്മൾ കമ്മീഷൻ വർക്ക് ചെയ്യുവാണെങ്കിൽ അതിന്റെ ഒരു റേറ്റ് പറയേണ്ടത് അത് അതെന്ത് ബേസിലായിരിക്കും പറയുക? പല രീതിയിൽ റേറ്റ് ഇടുന്നവരുണ്ട്. അതിൽ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം മെറ്റീരിയൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ കമ്മീഷൻ വർക്കിന് യൂസ് ചെയ്ത പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, പെൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ പറയുന്ന ഗ്രാഫൈറ്റ് ബോർഡും കുറേ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫുള്ളി നമ്മൾ യൂസ് ചെയ്യില്ല തീർച്ചയായിട്ടും, പക്ഷെ എന്നിട്ട് അതിൻ്റെ
നമുക്കിപ്പോൾ അതിന് ചിലവാകുന്ന ഒരു മെറ്റീരിയലിനെ കുറിച്ച് നമുക്കൊരു കണക്കുണ്ടാവുമല്ലോ. ടീച്ചറിൻ്റെ ഒരു പേപ്പർ ഫുൾ എടുക്കേണ്ടി വരും, ഒരു പേപ്പറിൻ്റെ എമൗണ്ട് ഉണ്ടാവും, പിന്നെ പെൻസിൽ. അപ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഒക്കെ വെച്ചിട്ട് ആ മെറ്റീരിയൽ കോസ്റ്റ് എന്താണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം. മെറ്റീരിയൽ കോസ്റ്റിൻ്റെ ഒപ്പം വരുന്ന കാര്യങ്ങളാണ് ഫ്രെയിം ഇടുന്നുണ്ടെങ്കിൽ ഫ്രെയിമിൻ്റെ കോസ്റ്റ്, ഷിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷിപ്മെൻറ്റ് കോസ്റ്റ്. അപ്പം ഈ മൂന്നും ഫിക്സഡ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? എന്ത് ആർട്ട് വർക്ക് ചെയ്താലും തീർച്ചയായിട്ടും മെറ്റീരിയൽ കോസ്റ്റ് വരും, ഫ്രെയിമിൻ്റെ കോസ്റ്റ് വരും, അതുപോലെ തന്നെ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ കൊറിയറിൻ്റെ കോസ്റ്റും വരും. ഇത് മൂന്ന് ഫിക്സ്ഡ് ആണ്. പ്ലസ് അതിൻ്റെ ഒപ്പം നമ്മൾ എത്ര മണിക്കൂറാണോ വർക്ക് ചെയ്തത് അതിൻ്റെ ഒരു എമൗണ്ട് കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ നോർമലി എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അവരുടെ അവർലി റേറ്റ് ഉണ്ടാവും. ഞാനൊരു ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മണിക്കൂറിന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് അവർലി റേറ്റ് ഉണ്ടാവും. അത് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ ആർട്ട് വർക്ക് കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ആർട്ട് വർക്ക് ഇത്ര മണിക്കൂർ എടുക്കും. സോ മെറ്റീരിയൽ കോസ്റ്റ് ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ അവർലി റേറ്റും വെച്ച് നോക്കുന്ന സമയത്ത് ടോട്ടൽ റേറ്റ് ഇത്രയാണ്. ഈവൻ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആർട്ട് വർക്ക് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർലി അവേഴ്സ് കൂടും, നമുക്ക് കൂടുതൽ എമൗണ്ട് വാങ്ങിക്കാനായിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് നമ്മുടെ മണിക്കൂറിൻ്റെ റേറ്റ് ഇൻറ്റു എത്ര മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്തു അതിൻ്റെ അകത്ത്. അങ്ങനെയാണ് കുറച്ചും കൂടി സ്ട്രക്ചറായിട്ട് നമുക്ക് ഈസിലി ഇടാൻ പറ്റുന്നത്. പിന്നെ എക്സ്ട്രാ നമ്മുടെ ബ്രാൻഡൊക്കെ അതിൻ്റെ അകത്ത് വരും. നമ്മൾ കുറച്ചും കൂടി പോപ്പുലർ ആവുന്ന സമയത്ത് നമുക്ക് വർക്ക് കൂടുതൽ, നമുക്ക് ബിസി ആവുന്ന സമയത്ത്, വർക്ക് കൂടുതൽ എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യാം. അതൊക്കെ അതിൻ്റെ പാർട്ടാണ്. പിന്നെ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മള് മീൻസ് ഒരു എന്താ പറയാ, ഒരു സീൻസ് ഒക്കെ, ആ സീനറി ഒക്കെ പഠിപ്പിച്ചിട്ട് വേണോ? അതിന്റെ ഒരു ഓർഡർ എങ്ങനെയായിരിക്കും? അപ്പൊ അവർക്കുണ്ടല്ലോ ഈ കുട്ടികൾക്കാകുമ്പോൾ അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ കയറി തന്നെ ഈ പോർട്രേറ്റ് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യത്തിലേക്ക് ഞാൻ പറഞ്ഞ ബാക്കിയൊക്കെ ഒന്ന് ചെയ്യ്, ബാക്കി ലൈൻസ് ഒക്കെ ഒന്ന് ശരിയാക്കി ബാക്കി പിക്ചറിലേക്ക് വെച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് പോർട്രേറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ പുള്ളിക്ക് താല്പര്യം പോർട്രേറ്റ്സ് ആണ്. കുട്ടികളെ പഠിപ്പിക്കുന്ന എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇൻട്രസ്റ്റിന് നമ്മൾ കുറേ നിൽക്കേണ്ടി വരും. ഞാനൊരു കഥ പറയാം. എനിക്കൊരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു, ഇമ്രാൻ എന്ന് പറഞ്ഞിട്ട് ഓഫ്ലൈൻ ക്ലാസ്സിൽ ഒരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു. അവൻ ഭയങ്കര ചെറുപ്പത്തിലെയാണ് കൊച്ചിയിൽ എൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിക്കാൻ വന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഇമ്രാൻ്റെ അമ്മ പറഞ്ഞത് അവന് റോബോട്ട്സിനെ മാത്രമേ വരയ്ക്കാൻ, അവർ റോബോട്ട് അല്ലാതെ വേറെ ഒന്നിനും വരയ്ക്കില്ല. റോബോട്ട് ഉണ്ടല്ലോ, അതിനെ മാത്രമേ വരയ്ക്കുള്ളൂ. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ 1-2 ആഴ്ചകളത്തെ ക്ലാസ്സുകളിൽ ഞാൻ അവനൊന്നും പഠിപ്പിക്കില്ല, അവൻ റോബോട്ടിനെ വരച്ച് മടുക്കട്ടെ, അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് ഇമ്രാൻ ക്ലാസ്സിലോട്ട് വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇമ്രാൻ്റെ അടുത്ത് ഞാൻ പറയും നീ ഇഷ്ടമുള്ളത് വരച്ചോന്ന് പറഞ്ഞിട്ട് ഇമ്രാന് പെൻസിലും കളേഴ്സും കൊടുത്ത് ഞാൻ വിടും. എന്നിട്ട് ബാക്കി കുട്ടികളെ ഞാൻ പഠിപ്പിക്കും. അപ്പോൾ ഇമ്രാൻ ഇത് കാണുന്നുണ്ട്, ഞാൻ ബാക്കി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും അവർ വേറെ വേറെ കളർഫുൾ ആയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഇമ്രാൻ കാണുന്നുണ്ട്. പക്ഷെ ഇമ്രാൻ റോബോട്ടിനെ വരയ്ക്കുന്നത്. അങ്ങനെ ഒരു 3-4 ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇമ്രാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ എനിക്ക് വേറെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരയ്ക്കണം എന്ന് പറഞ്ഞു. ഈ സൈക്കോളജിയാണ് കുട്ടികളിൽ വർക്കാവുള്ളൂ. അല്ലാതെ ഈ റോബോട്ട് വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ഇമ്രാനെ ഞാൻ തല്ലി അവൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും വരയ്ക്കാൻ പറഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും ക്ലാസ് എടുക്കൂല, അവൻ ക്ലാസ് നിർത്തൂലേ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ആദ്യം വരപ്പിക്കുക. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടികളാണ്, തീർച്ചയായിട്ടും അവർക്കൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോറടിക്കുമ്പോൾ നമുക്കുള്ള ലെസൺസ് ഒക്കെ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അവരുടെ ഇഷ്ടത്തിന് ഒരിക്കലും തടഞ്ഞു നിർത്തിക്കൊണ്ട് നമുക്കൊന്നും അവരെ പഠിപ്പിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കുട്ടികൾക്ക് പോർട്രേറ്റ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ച് പോർട്രേറ്റ് ചെയ്തവർ മടുത്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്തടുത്ത് ചിത്രം, പിന്നെ നമ്മൾ വരയ്ക്കുന്നവർ കാണണം, മനസ്സിലാവും. അവിടെ ഒരു ഇൻസ്പിറേഷൻ അവർക്ക് വേണം. നമ്മൾ ഡിഫറെൻറ്റ് ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ നമ്മളൊന്ന് കൂടി ഇരുത്തുക, അപ്പോൾ അവർക്ക് തോന്നും അത് വരയ്ക്കണം എന്നൊരു തോന്നൽ വരും. അങ്ങനെ അതിലോട്ട് കൊണ്ടുവരാൻ നല്ല കാര്യം. പിന്നെ കളേഴ്സ് കൊടുക്കുക. ക്രയോൺസ് ആണ് ഏറ്റവും ബെസ്റ്റ്. എത്ര ഏജ് ഉണ്ട് കുട്ടിക്ക്? 10. യെസ്, 10 ഏജ് ഉണ്ടെങ്കിൽ കളർ പെൻസിലൊക്കെ കൊടുക്കാം. എന്നിരുന്നാൽ കൂടി ക്രയോൺസ് കുറച്ചും കൂടി സേഫ് ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കളർ പെൻസിൽ കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വാട്ടർ കളറോ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ അത് കുറച്ച് നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ ചെറുതായിട്ട് അവരെ കൊണ്ടൊന്ന് പിടിപ്പിച്ചും അവർ കയ്യിലൊക്കെ കൊടുത്തും ഒന്ന് എൻകറേജ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അവർക്ക് ഇഷ്ടം തോന്നുന്നു അതിൻ്റെ അകത്ത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ടീച്ചിങ് മെത്തേഡും ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ടീച്ചിങ് മെത്തേഡും രണ്ടും ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ക്ലാസ് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ക്ലാസ്സിൽ ആദ്യമേ തന്നെ ഞാൻ എല്ലാ മെത്തേഡും ടെക്നിക്കും പഠിപ്പിക്കും. നിങ്ങളെ കൊണ്ട് ഞാൻ തെറ്റ് വരുത്താനായിട്ട് മാക്സിമം സ്പേസ് നിങ്ങൾക്ക് തരില്ല. അതിനൊക്കെ മുമ്പ് ഒരു പോർട്രേറ്റ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ടാണ് നിങ്ങളെ കൊണ്ട് പോർട്രേറ്റ് ചെയ്യിപ്പിക്കുന്നത്, അല്ലേ? പക്ഷേ ശരിക്കും ഒരു ഓഫ്ലൈൻ ക്ലാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡീൽ ചെയ്യുന്ന രീതി ശരിക്കും വേറെയാണ്. ഓഫ്ലൈൻ ക്ലാസ്സിലോട്ട് വരുന്ന സമയത്ത് കുട്ടികളെ കൊണ്ട് കൂടുതൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അതിൽ തെറ്റ് വരുത്തുമ്പോൾ നമ്മൾ തിരുത്തി കൊടുക്കും. രണ്ട് ഡിഫറെൻറ്റ് ഏരിയ. ഞാൻ ശരിക്കും ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പോർട്രേറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാൾ വരാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നുണ്ടായിരിക്കും ഒരു പോർട്രേറ്റിൻ്റെ റെഫറൻസ് പിക്ചർ എടുത്തോട്ട് അത് വരയ്ക്കാൻ പറയും.
അത് വരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഉം, ഇതിൽ ഡിഫറൻസ് വരും. അപ്പോൾ ഞാൻ പറയും കണ്ണ് വരച്ചതിൽ ഡിഫറൻസ് ഉണ്ട്, പൊസിഷൻ തെറ്റിപ്പോയി. അങ്ങനെ പൊസിഷൻ തെറ്റുമ്പോൾ നമുക്ക് ഗൈഡ് ലൈൻ യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഗൈഡ് ലൈനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഫേസിന്റെ ഉം, ടോട്ടൽ ഷേപ്പ് തെറ്റിപ്പോയി, ലൂമിസ് മെത്തേഡ് ഉണ്ട്, ലൂമിസ് മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഉം, ഉം, ഓഫ്ലൈൻ ഉം, ഉം. ക്ലാസ്സിൽ ആദ്യമേ തന്നെ മെത്തേഡ് പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബോറടിക്കും പിള്ളേർക്ക്, കാരണം നേരിട്ടാണല്ലോ അറ്റൻഡ് ചെയ്യുന്നത്. പെട്ടെന്ന് ആ അവർ ആ ആ ഇതിലോട്ട് വരില്ല. അപ്പം നേരെ തിരിച്ച് ആർട്ടുകൾക്ക് ചെയ്യിപ്പിച്ച് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് മെത്തേഡും ടെക്നിക്കും ഉണ്ട്, അത് പഠിക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ആ, ഓ, ഓ. ആ, അവൾക്ക് ആ, ഈ അക്രിലിക് നമ്മള് അക്രിലിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ സ്കെച്ച് പെൻസിലിന്റെ ഒക്കെ ഒരു ബേസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അക്രിലിക് കുട്ടികൾക്ക് കൊടുക്കുക. ശരിക്കും ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കൊടുക്കുന്നുണ്ടായിരിക്കുക പെൻസിൽസ് ആൻഡ് ക്രയോൺസ് ആയിരിക്കും. ചെറിയ കുട്ടികൾ കേട്ടോ, സ്റ്റാർട്ടിങ് മുതൽ ഉം, ഓർഡറിൽ ഉം, ഉം. പറയാണ്. പെൻസിൽസ് ആൻഡ് ക്രയോൺസ് ആയിരിക്കും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്, ഒന്നാമത് പെൻസിൽസ് ഉപയോഗിച്ച് ബേസിക് ഷേപ്പ് വരയ്ക്കാൻ പഠിക്കാം, ക്രയോൺസ് ഉപയോഗിച്ച് ഫ്ലാറ്റ് ആയിട്ട് കളർ ചെയ്യാനും പിന്നെ കുറച്ച് ലൈറ്റർ ഷേഡ് കൊടുക്കാനും ക്രയോൺസ് ഉപയോഗിച്ച് പറ്റും. ക്രയോൺസ് കുറച്ചും കൂടി സേഫ് ആണ്, ഷാർപ്പൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് സ്റ്റേജ്. ഉം, രണ്ടാമത്തെ സ്റ്റേജിലോട്ട് വരുന്ന സമയത്ത് കളർ പെൻസിൽ, കളർ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ കളർ പെൻസിലോട്ട് നമ്മൾ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഷെയ്ഡിങ് പെൻസിൽ ഡ്രോയിങ് മാത്രം ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ പെൻസിൽ ഷെയ്ഡിങ്ങിലോട്ട് കൊണ്ടുപോകും. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പെൻസിൽ ഷെയ്ഡിങ്ങിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, ഗ്രാഫൈറ്റ് പെൻസിലാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിലാണ് അവർക്ക് കൂടുതൽ ഇഷ്ടമെങ്കിൽ ചാർക്കോൾ പെൻസിലോട്ട് നമ്മൾ കൊണ്ടുപോകും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അടുത്ത് നമുക്ക് ചാർക്കോൾ ഉം, പെൻസിലാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള, ചാർക്കോൾ പെൻസിലോട്ട് കൊണ്ടുപോകും. ഇനി കളർ പെൻസിൽ ഇഷ്ടമുള്ള കുട്ടികളാണ്, കളേഴ്സ് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ഞാൻ അടുത്ത് പഠിപ്പിക്കുന്നുണ്ടായിരിക്കുക വാട്ടർ കളേഴ്സ് ആണ്. അതിനൊരു റീസൺ ഉണ്ട്, എന്താണെന്നറിയാമോ? നമ്മൾ ഉം, നമ്മുടെ നോർമൽ ഗ്രാഫൈറ്റ് പെൻസിൽ, കളർ പെൻസിൽ, ഇതിൽ രണ്ടിലും എങ്ങനെയാണോ ലെയർ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് വാട്ടർ കളർ നമ്മൾ ലെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. ആദ്യം ലൈറ്റ് ടോൺ അപ്ലൈ ചെയ്യും, മിഡിൽ ടോൺ, ഡാർക്ക് ടോൺ ലാസ്റ്റ് അപ്ലൈ ചെയ്യും. ഇപ്പോൾ കളർ പെൻസിൽ കഴിഞ്ഞ് വാട്ടർ കളർ പഠിക്കുന്ന സമയത്ത് അവർക്ക് എളുപ്പത്തിൽ അതിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ ഒരു മീഡിയം കൂടി ഉണ്ട്, വാട്ടർ കളർ പെൻസിൽ എന്ന് പറയും. അപ്പോൾ ഞാനതും ഉം, പഠിപ്പിക്കാറുണ്ടായിരുന്നു. അതായത് ഉം, പെൻസിൽ ഉം, കൊണ്ട് ചെയ്തിട്ട് വാട്ടർ കൊണ്ട് ഇങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ കളർ പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ കളർ പെൻസിൽ കഴിഞ്ഞ് വാട്ടർ കളർ പെൻസിൽ കൊടുക്കും. കളർ പെൻസിൽ കഴിഞ്ഞാൽ അവർക്ക് ഞാൻ വാട്ടർ കളർ പെൻസിൽ കൊടുത്തിട്ട് പറയും നിങ്ങൾ കളർ പെൻസിൽ എന്താണ് ചെയ്യുന്നത് അതങ്ങ് ഇത് ഉപയോഗിച്ച് ചെയ്തോ, അതിനുശേഷം നമുക്ക് ഉം. ബ്രഷ് വെച്ചിട്ട് വെള്ളം ഉപയോഗിച്ചൊന്ന് വാഷ് ചെയ്ത് നോക്കാം, അപ്പോൾ വാട്ടർ കളർ പോലെ ഇരിക്കും. അതിനുശേഷം വാട്ടർ കളർ ആ, കൊടുക്കും. ഭയങ്കര ഈസി ആയിരിക്കും അവർക്ക്, കാരണം വാട്ടർ കളറിൽ ആ, സെയിം മെത്തേഡ് തന്നെയാണ്, സെയിം ലെയേഴ്സ് തന്നെ ചെയ്യുന്നുണ്ടായിരിക്കുക. കളർ ബ്ലഡിംഗ് ഒക്കെ ഓൾറെഡി ഈ കളർ പെൻസിലൂടെ അവർ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഈസി ആയിരിക്കും. ഇതിന് ശേഷമാണ് അക്രിലിക് ഓർ ഓയിൽ പെയിന്റിലോട്ട് അവർ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാൻ മാറ്റുള്ളൂ. കാരണം അക്രിലിക് ഓയിൽ പെയിന്റ് ചെയ്യുമ്പോൾ തിയറി നേരെ തിരിയും. ഡാർക്ക് ടോൺസ് ആദ്യമായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക, മിഡിൽ ടോൺ സെക്കൻഡ്, ഉം, ലൈറ്റ് ടോൺ ലാസ്റ്റ് ആണ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ചിലർക്കെങ്കിലും ഉം. പെട്ടെന്ന് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും കളേഴ്സ് ചെയ്യുന്നവർ. അപ്പോൾ കുട്ടികൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ അക്രിലിക്കും ഓയിൽ പെയിന്റും ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിപ്പിക്കാറുള്ളൂ. സ്ട്രക്ചർ മനസ്സിലായോ? ആ, 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 ഉവ്വ് ഉവ്വ്. പിന്നെ ഇപ്പം പെൻസിൽ ഡ്രോയിങ്ങിൽ ഇപ്പൊ നമ്മൾ ഫേസ് കംപ്ലീറ്റ് വരയ്ക്കുന്നതാണോ അതോ ഈ ഓരോ ഐസ് നോസ് ലിപ്സ് ഒക്കെ അത് കൂടുതൽ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഫുൾ ഫേസിലേക്ക് പോകുന്നതാണോ നല്ലത്, അതോ ഫുള്ളായിട്ട് ആ ഒരു രീതിയിൽ തന്നെ പോകുന്നു? നമുക്ക് എവിടെയാണ് ഡിഫക്റ്റ് ഉള്ളതെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ചിലർ വരയ്ക്കുന്ന സമയത്ത് കണ്ണ് മൂക്ക് ലിപ്പും പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കും, ടോട്ടൽ ഫേസ് വരയ്ക്കുമ്പോൾ ടോട്ടൽ ആയിട്ടുള്ള ഷേപ്പ് മാറിപ്പോവും. ഉം, അങ്ങനെയുള്ളവരാണെങ്കിൽ അവർ ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ഡ്രോയിങ് ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റ്, ഇതൊരു വെള്ളം കുടിക്കുന്ന ഒരു പാത്രമാണ്. ഈ ഒരു ഉം, ഒബ്ജക്റ്റ് ടോട്ടലി നേരിട്ട് റിയൽ ഒബ്ജക്റ്റ് 3D ഒബ്ജക്റ്റ് നേരിട്ട് വരയ്ക്കാനായിട്ട് പഠിക്കണം. ഇത് വരയ്ക്കാൻ ഉം, പറ്റുന്ന ഒരാളുടെ ഫേസ് വരയ്ക്കാൻ പറ്റൂലേ? ഫേസിൻ്റെ ടോട്ടൽ ഉം. ഷേപ്പ് വരയ്ക്കാൻ പറ്റൂലേ? കാരണം ഇത് Okay. 3D സബ്ജക്റ്റ് ആണ്. ഇത് 3D സ്പേസിൽ ഇരുന്ന് നോക്കി പല ആംഗിളിൽ നിന്നൊക്കെ നോക്കി വരയ്ക്കാൻ പറ്റുന്ന ഒരാളുടെ ഫേസും വരയ്ക്കാൻ പറ്റും. ഒന്നാമത്തെ ഉം, കാറ്റഗറി ഫേസിന്റെ ടോട്ടൽ ഷേപ്പ് ശരിയാവാത്തവർക്കുള്ള മെത്തേഡ്. രണ്ടാമത്തെ കാറ്റഗറി ഫേസിന്റെ ടോട്ടൽ ഷേപ്പ് ശരിയാവും, പക്ഷേ കണ്ണ് മൂക്ക് ലിപ്പ് അതിൻ്റെ അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഷേപ്പുകൾ ശരിയാവില്ല. അവർ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കണ്ണും മൂക്കും ലിപ്പും ഡിഫറെൻ്റ് ആൾക്കാരുടെ ക്രോപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോ എടുക്കുക, അത് കുറച്ചൊന്ന് വലുതാക്കി നമ്മുടെ മൊബൈൽ എടുത്തിട്ട് അത് വരച്ച് പ്രാക്ടീസിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഭാഗങ്ങളും കൂടി പഠിക്കുക. അപ്പോൾ നമ്മുടെ അഡ്വാൻസ് ഫോട്ടോ സ്കെച്ചിങ് കോഴ്സിൽ നോക്കി മനസ്സിലാവും കണ്ണിൻ്റെ ടിയർ ഡക്ട്, ഉം, അപ്പർ ഐലിഡ് ലോവർ ഐലിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഭാഗങ്ങളുണ്ട്. നമ്മൾ ചുണ്ടിലാണെങ്കിലും ക്യൂപ്പിഡ്സ് ബോ എന്നൊക്കെ പറഞ്ഞുള്ള ഭാഗങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഉം, മനസ്സിലാക്കി പഠിക്കുന്ന സമയത്ത് ഇത് വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവും ഇങ്ങനെ ഒരു ഭാഗമുണ്ട്, അവിടെ ഇങ്ങനെ ഒരു കുനിപ്പ് വേണം, ഇവിടെ ഇങ്ങനെ ഒരു ചുളിവ് വേണം എന്നൊക്കെ മനസ്സിലാവുന്ന സമയത്ത് മനസ്സിലാക്കി ചെയ്യും. അപ്പോൾ ഉം, ഫേഷ്യൽ ഫീച്ചേഴ്സിൽ ബുദ്ധിമുട്ടുള്ളവർക്ക്
അത് കൂടുതൽ ഇൻഡെപ്തിൽ പഠിക്കാം. ഫേസിൻ്റെ ടോട്ടൽ ഷേപ്പിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒബ്ജക്റ്റ് ഡ്രോയിങ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കാറുള്ളത്, എളുപ്പത്തിൽ അത് ഫിക്സ് ചെയ്യാനായിട്ട്. ആ ആ ആ പിന്നെ ഉണ്ടല്ലോ, ഈ ഹെയർ ഇപ്പൊ നമുക്ക് ഒരു ചില എല്ലാ ഫോട്ടോസിലും നമുക്ക് ഹെയറിന്റെ മൾട്ടി ഷെയ്ഡ്സ് കാണാൻ പറ്റില്ല. ഫോട്ടോസ് നമുക്ക് ഒരാൾ ഫോട്ടോ തരാണെങ്കിൽ അതിനകത്ത് ഇപ്പം ചിലപ്പം അതിന്റെ പല ഷെയ്ഡുള്ള ഹെയർ കട്ടില്ല. അപ്പൊ നമ്മൾ ഈ ഹെയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് എല്ലാം ഒരേപോലെ ഇരിക്കും. അപ്പൊ ചില ഫോട്ടോസിൽ നമുക്ക് മനസ്സിലാവും ഇവരുടെ ഈ ഒരു ഏരിയയിൽ വൈറ്റ്, ചെറിയൊരു വൈറ്റ് ടോൺ ഉണ്ട്, പിന്നെ ഡാർക്ക് ടോൺ ഉണ്ട്, നമുക്ക് മനസ്സിലാവും. പക്ഷെ എല്ലാ ഫോട്ടോസിലും അത് കിട്ടൂല. അപ്പോൾ അത് ഈ ഹെയറിന്റെ ഏരിയ, മീശയുടെ ഏരിയ, താടിയുടെ ഏരിയ, അവിടെയൊക്കെ കറക്റ്റ് ആക്കാനേ അപ്പൊ എന്താ ചെയ്യുക? അത് ശരിക്കും എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഒരു ഫോട്ടോൻ്റെ അകത്ത് ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടല്ലോ, അത് കൂടുതൽ കാഴ്ചക്കാരെ അവരുടെ ഫോക്കസ് ആ ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഏരിയാസിലോട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഒരു ചിത്രം എടുത്തു കഴിഞ്ഞാൽ അതിലേറ്റവും, ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കണ്ണിരിക്കുന്നുണ്ടല്ലേ, ആ, പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ അകത്തോട്ടായിരിക്കും. കാരണം അതാണ് അതിലെ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഏരിയ വരുന്നത്. ഉം, നോർമൽ ഏത് ചിത്രമാണെങ്കിലും അതിൻ്റെ ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഏരിയാസിലോട്ട് ആൾക്കാർക്ക് ഫോക്കസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഉം, ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഏരിയൻ്റെ അകത്ത് ഫുൾ ബ്ലാക്ക് മാത്രമാണെങ്കിൽ ആ ചിത്രം ബോറിംഗ് ആയിട്ട് മാറും. ഇപ്പം ഞാൻ കണ്ണിൻ്റെ അകത്ത് കുറേ കളേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, അല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്, റിഫ്ലക്ഷൻ ഉണ്ട്. yeah. ഇതൊന്നും ഇല്ലാതെ ഫുൾ ബ്ലാക്ക് മാത്രമാണെങ്കിൽ അവിടെ ഓൾറെഡി ശ്രദ്ധ പോയി ആൾക്കാരുടെ, പക്ഷെ അവിടെ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒന്നുമില്ല. അപ്പോൾ ആൾക്കാർക്ക് ആ ചിത്രം ഇൻട്രസ്റ്റിംഗ് അല്ലാതെ വരും. അപ്പോൾ നമ്മൾ ശരിക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക, നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ ലാർജ് ആയിട്ടുള്ള ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനോധർമ്മം അനുസരിച്ചിട്ട് അതിനെ ലൈറ്റ് ആൻഡ് ഷാഡോ ആക്കി നമ്മൾ മാറ്റണം. അല്ലെങ്കിൽ പ്ലെയിൻ ബ്ലാക്ക് ആയിട്ട്, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഒബ്ജക്റ്റുകൾ ചെയ്യുന്ന സമയത്ത് പ്ലെയിൻ ബ്ലാക്ക് ആക്കി ഒഴിവാക്കി ഇടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ശരി ഹെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് റെഫറൻസ് പിക്ചറിൽ ഫുൾ പ്ലെയിൻ ബ്ലാക്ക് ആണെങ്കിൽ നമ്മുടെ മനോധർമ്മം അനുസരിച്ച് മുടിയുടെ നാരുകളും ഹൈലൈറ്റും ഒക്കെ കൊടുത്ത് അതിനെ കുറച്ചും കൂടി ഒരു 3D രൂപത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ കാണുന്ന ആൾ റെഫറൻസ് പിക്ചർ കാണുന്നുണ്ടാവില്ലല്ലോ. നമുക്ക് ശരിക്കും ഒരു ഡ്രോയിങ് ആ ചെയ്ത് ആ കഴിഞ്ഞാൽ റെഫറൻസ് പിക്ചർ ആരും കാണുന്നില്ലല്ലോ. കാണുന്ന ആൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് വരുത്താനായിട്ട് ലൈറ്റ് ആൻഡ് ഷാഡോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ കളറിലോട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും വാട്ടർ കളറിലൊക്കെ മാക്സിമം ഡാർക്ക് ആയിട്ടുള്ള ഫുൾ ബ്ലാക്ക് നമ്മൾ ഒഴിവാക്കാറുണ്ട്. അതിൻ്റെ അകത്ത് കളേഴ്സ് ഒക്കെ വെച്ച് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുക നമ്മൾ ചെയ്യുന്നത്. അതൊക്കെ ഈ ഒരു കാണുന്ന കാഴ്ചക്കാരുടെ ഒരു ഫോക്കസിൽ ഉണ്ടാവുന്ന ബോറടി മാറ്റാനും വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഉം, മതി. പിന്നെ കമ്മീഷൻ വർക്ക് എടുക്കുന്ന സമയത്ത് റെഫറൻസ് പിക്ചർ ക്ലയൻറ്റിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് പറ്റാത്ത റെഫറൻസ് പിക്ചർ അവർ തരികയാണെങ്കിൽ, കുറേ പേര് എഡിറ്റൊക്കെ ചെയ്ത് വല്ലാണ്ട് വെളുപ്പിച്ച് ചിത്രമൊക്കെ തരും. അപ്പോൾ നമ്മൾ ഓപ്പണായിട്ട് പറയണം, ഇത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടില്ല, നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ളൊരു പിക്ചർ, ലൈറ്റ് ഷാഡുള്ള പിക്ചർ അയച്ചു തരാൻ പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ഡ്രോയിങ്ങിൽ അതിൻ്റെ റിസൾട്ട് വരുള്ളൂ. കുറേ പേര് ചെയ്യുന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന ഡ്രോയിങ് അവരുടെ അടുത്ത് ചോദിച്ചും അവർ ക്ലയൻറ്റിന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് നല്ല റിസൾട്ട് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള പിക്ചേഴ്സാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അത്തരത്തിലുള്ള പിക്ചേഴ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ നെക്സ്റ്റ് ടൈം. ആ ആ ആ ഓക്കെ. പിന്നെ ഈ ഫേസ്, ഈ കളർ പിക്ചേഴ്സ് വരയ്ക്കുമ്പോൾ, അക്രിലിക് വരയ്ക്കുമ്പോൾ ഈ ഫേസിനകത്ത് പല ഷെയ്ഡ്സ് ഉണ്ടല്ലോ. അപ്പൊ ചില ആർട്ടിസ്റ്റിനൊക്കെ ഈ എന്താ പറയാ ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ ഒരു ഫേസിൽ തന്നെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു ഇതുണ്ടോ, പ്രത്യേകിച്ച് എന്തെങ്കിലും റൂൾ ഉണ്ടോ ഈ ഫേസിൽ? അതായത് ഈ ഓരോ സ്കിൻ ടോണിന്റെ അടുത്ത ഓരോരോ ഷെയ്ഡ് വരുമ്പോൾ അതിന് അങ്ങനെ ആ കളേഴ്സിന് എന്തെങ്കിലും ഒരു എന്തെങ്കിലും റൂൾസ് വല്ലതും ഉണ്ടോ? കോമൺ ആയിട്ട് റൂളില്ല, പക്ഷേ നോർമലി ഇപ്പോൾ ഞാൻ പണ്ട് കാലം മുതലുള്ള ആർട്ടിസ്റ്റുകൾ ചെയ്ത് കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ശരിക്കും നമ്മുടെ ഫേസിൽ ഒറ്റ ടോൺ ആയിരിക്കില്ല. ചിലപ്പോൾ നെറ്റിയുടെ അവിടെ ചെറിയൊരു യെല്ലോയിഷ് ടോൺ ആയിരിക്കും, ചിലർക്ക് കവിളിൻ്റെ അവിടെ ചെറിയൊരു പിങ്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ ആണുങ്ങളിലൊക്കെ താടി ഷേവ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ചെറിയൊരു ഗ്രീനിഷ് ടോണൊക്കെ ഉണ്ടാവും. ഈ ടോൺ ആർട്ടിസ്റ്റ് മനസ്സിലാക്കി ഫോട്ടോഗ്രാഫി നോക്കുമ്പോൾ ടോൺ ഏകദേശം മനസ്സിലാവും. ഈ ടോൺ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ കുറച്ചും കൂടി കളർഫുൾ ആക്കിയിട്ടാണ് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതാണ് റിസൾട്ട് അങ്ങനെ വരുന്നത്. അപ്പോൾ ശരിക്കും റെഫറൻസ് പിക്ചർ ഒബ്സർവ് ചെയ്യുക, സ്കിൻ ടോണിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറേ കൂടി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ കണ്ണിൻ്റെ താഴേക്ക് ചിലർക്ക് ബ്രൗൺ കളർ ആയിരിക്കും, നെറ്റിയുടെ അവിടെ കൂടുതൽ പേരുടെ നെറ്റിയുടെ അവിടെ ഒക്കെ ഈ യെല്ലോയിഷ് ആയിരിക്കും, കവിളിൻ്റെ അവിടെ ചിലർക്ക് പിങ്ക് കളർ ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ പെയിൻറ്റിങ് കുറച്ചും കൂടി എക്സ്പ്രസീവ് ആക്കി മാറ്റാനായിട്ട് ഒരു പൊടിക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കും എല്ലാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ കാണുന്ന കാഴ്ചക്കാരന് കുറച്ചും കൂടി ഇത് അടിപൊളി കളർഫുൾ പെയിൻറ്റിങ് ആണെന്നുള്ള തോന്നൽ കിട്ടും. ഒരു മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് റിയലിസ്റ്റിക് ആയിട്ട് അതേപടി ചെയ്യുന്നവരും ഉണ്ട്. രണ്ടും നല്ല മെത്തേഡ്. ആർട്ടിസ്റ്റിൻ്റെ ഇഷ്ടമാണ് ഒരു ചിത്രം എങ്ങനെ വരയ്ക്കണം, എങ്ങനെ പെയിൻറ്റ് ചെയ്യണം എന്നൊക്കെ ആർട്ടിസ്റ്റിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഈ പറയുന്ന കോമൺ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ബ്രൗണിഷ് പോലത്തെ ഷെയ്ഡുകളൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ കുറച്ച് ബ്രൗൺ കയറ്റി കൊടുക്കും. പിങ്ക് കവിളിൻ്റെ അവിടേക്ക് ആയിരിക്കും പിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും.
കുറച്ച് പിങ്കിഷ് ആക്കി കൊടുക്കും. ആണുങ്ങളെ താടിയൊക്കെ ആണെങ്കിൽ ഇത്തിരി ഗ്രീനിഷ് ആയിരിക്കും, കുറച്ച് ഗ്രീനിന്റെ എലമെന്റ് അവിടെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. അതാണ് ഒരു കോമൺ. പിന്നെ ഈ ഹെയർസ് ഒക്കെ കഥകളിയുടെ ആ ഒരു ഇതില്ലേ, ആ ഒരു രീതിയിലൊക്കെ തന്നെ നോർമൽ ആൾക്കാരുടെ ഒക്കെ പിക്ചേഴ്സ് ആ ഒരു അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിന്റെ ഒരു മിക്സപ്പ് ഫേസിൽ കാണിക്കുന്നുണ്ടാവും ചില പിക്ചേഴ്സിലൊക്കെ. ഭയങ്കര അതൊരു ഭംഗിയായിട്ട് തോന്നും. പക്ഷെ നമുക്ക് ആ ഒരു നമ്മളിപ്പോ അങ്ങനെ ചെയ്യുമ്പം ഒരു ഐഡിയ ഉണ്ടാകത്തില്ല. പക്ഷെ നല്ല ആർട്ടിസ്റ്റിന്റെ ഒക്കെ അങ്ങനത്തെ പിക്ചേഴ്സ് കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇത് ഈ കളർ ടോൺ ഇങ്ങനെ നമുക്ക് തോന്നുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. അത് നമുക്കൊരു ആർട്ടിൽ നമുക്കൊരു ഫ്രീഡം ഉണ്ട്. നമ്മൾ ഈ ബേസിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ലെവലിൽ കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചിത്രങ്ങൾ വരയ്ക്കാം. റൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് പറ്റും. നമ്മുടെ ഫ്രീഡം ആണ്. അപ്പം അങ്ങനെ കുറെ എക്സ്പെരിമെന്റ് ചെയ്യാന്നാ പറയുന്നത്. കുറെ കളേഴ്സ് ഒക്കെ ഉപയോഗിച്ച് ഡിഫറെന്റ് രീതിയിൽ. ഇപ്പോൾ പിക്കാസോന്റെ പിക്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. പല രീതിയിൽ, പല കാലഘട്ടത്തിൽ, പല രീതിയിലാണ് പുള്ളി പോർട്രേറ്റ് വരച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ റിഫൈൻഡ് ആയിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം സ്റ്റൈല് കണ്ടെത്താൻ പറ്റും. അങ്ങനെ സ്വന്തമായിട്ട് സ്റ്റൈലിലോട്ട് എത്തുമ്പോഴാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ചിത്രത്തിലോട്ട് നമ്മൾ എത്തുക എന്നാണ് പറയുന്നത്. അത് പതിയെ നമ്മുടെ കയ്യിലോട്ട് വരും എന്നാണ് പറയുന്നത്. നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഈ പറയുന്ന ചാർക്കോൾ പെൻസിൽ ഡ്രോയിങ് ഒക്കെ നമുക്ക് ബോറടിക്കും, ചിലപ്പോൾ കളങ്ങിലോട്ട് വരും. നല്ല ഡ്രോയിങ്സ് കാണുമ്പോൾ നമുക്ക് അതുപോലെ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കും. പക്ഷെ ഈ കളർ കോമ്പോസ് ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ അത് ഭയങ്കര വിയേർഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഒരു ഭംഗി ഉണ്ടാവില്ല. പക്ഷെ അവരുടെ ഭയങ്കര അതിനായിട്ട് ഭംഗിയാണല്ലോ നമ്മൾ. നമുക്ക് കളർ തിയറി പഠിക്കാൻ പറ്റും. കളർ തിയറിയുടെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്. കോംപ്ലിമെന്ററി കളർ സ്കീം ഉണ്ട്, അനലോഗസ് കളർ സ്കീം ഉണ്ട്. കളർ തിയറി എന്നൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. നമുക്ക് നമ്മുടെ പെയിന്റിങ് കോഴ്സിൻ്റെ അകത്ത് അതുണ്ട് ആക്ച്വലി. ശരിക്കും ഓരോ പെയിന്റിങ്ങും ഇതിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് ആണ്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്പേസ് കണ്ടില്ലേ, ഇതിനൊരു കളർ തിയറി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കളർ തിയറി ടീൽ ആൻഡ് ഓറഞ്ച് ആണ്. ടീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ച പോലത്തെ ഒരു ഗ്രീനിഷ് അല്ലെങ്കിൽ ഒരു ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറാണ്. ഓറഞ്ച് വെച്ച് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഡ്രസ്സിന്റെ കളർ. അപ്പോൾ ഇത് രണ്ടും കളർ വീലിന്റെ ഓപ്പോസിറ്റ് വരുന്ന കളേഴ്സാണ്, കോംപ്ലിമെന്ററി കളേഴ്സ് ആണ്. കോംപ്ലിമെന്ററി കളേഴ്സ് ഒരു ചിത്രത്തിൽ ഒരുമിച്ച് വരുന്ന സമയത്ത് കോൺട്രാസ്റ്റ് ഫീൽ ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെഡ് റോസിന് ഗ്രീൻ ലീഫാണുള്ളത്. കോംപ്ലിമെന്ററി കളേഴ്സ് ആണ് ഇത് രണ്ടും. രണ്ടും കളർ വീലിന്റെ ഓപ്പോസിറ്റ്, റെഡ് ഗ്രീനും ഓപ്പോസിറ്റ് വരുന്ന കളേഴ്സാണ്. അപ്പോൾ കാണുന്ന കാഴ്ചക്കാരന് രണ്ടും കോംപ്ലിമെന്ററി കളേഴ്സ് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കളർ എടുത്തു നിൽക്കും, അതിലോട്ട് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. നേരെ തിരിച്ച് അനലോഗസ് കളേഴ്സും ഉണ്ട്. ഇപ്പൊ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കടൽ ചെയ്തിരിക്കണില്ലേ ഇവിടെ, ഇത് അത് കൂടുതലും അനലോഗസ് കളേഴ്സ് ആണ്. അത് ബ്ലൂവിന്റെ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കൂടുതൽ ഭാഗത്ത്. അപ്പൊ അത് കാണുന്ന കാഴ്ചക്കാരന് അത് കാണുമ്പോൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ഫീൽ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ കളർ തിയറി പഠിക്കാം, കളർ തിയറിയിൽ ഓരോ കളേഴ്സിന്റെ മീനിങ് പഠിക്കാം, ഓരോ കളേഴ്സിന്റെ കോമ്പിനേഷൻ പഠിക്കാം. പിന്നെ കളർ വീലിന്റെ അകത്ത് എന്തൊക്കെ കളേഴ്സ് യൂസ് ചെയ്താൽ എന്തൊക്കെ റിസൾട്ട് കിട്ടും എന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇവിടെ ചെയ്യുമ്പോൾ കുറെ കൂടി ക്ലിയർ. സാറ് ടെക്സ്ചർ യൂസ് ചെയ്യാറുണ്ടോ ഡ്രോയിങ്സിൽ? ടെക്സ്ചർ എന്ന് ഉദ്ദേശിച്ചത് മറ്റേ ഈ എന്താ പറയാ, ഇനി കട്ടിയൊക്കെ ഉള്ള ഒരു ഇതുണ്ടാവില്ലേ, പേസ്റ്റ് ഒക്കെ പോലെ. പെയിന്റിങ്ങിലാണോ? ഈ ചിലവര് ഈ സീല് തന്നെ, സാറിന്റെ പുറകിൽ സീല്, അതിന്റെ ആ ഒരു എന്താ പറയാ, ഈ ഫോം വരുന്ന ആ ഒരു ഏരിയയില് ഒരു ചെറിയ ടെക്സ്ചർ പോലെ കാണത്തില്ലേ, അമ്മാതിരി ഡ്രോയിങ്സ് ആ പെയിന്റിങ്ങിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതില്. പെയിന്റ് തിക്കായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഇഷ്ടമാണ്. ടെക്സ്ചർ ഫ്ലാറ്റ് ആയിട്ടും ചെയ്യാം, കുറച്ച് ഭാഗങ്ങൾ പൊന്തി നിൽക്കുന്ന ടെക്സ്ചേർഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ടെക്സ്ചർ പെയിന്റിങ്സ് അങ്ങനെ കുറെ കാണാറുണ്ട്. ടെക്സ്ചർ പെയിന്റിങ് എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ് ടൈപ്പ് സ്റ്റൈലും കൂടി ഉണ്ട് കേട്ടോ. അതൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതിനായിട്ടുള്ള മെറ്റീരിയൽസ് വേറെ ഉണ്ട്. ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് പെയിന്റുകൾ, അക്രിലിക് പെയിന്റിൽ കുറച്ചും കൂടി കാര്യങ്ങൾ മിക്സ് ചെയ്ത് കുറെ കൂടി ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതാണ്. കുറെ ലേഡീസ് അത് ചെയ്യുന്നുണ്ട്, എനിക്കറിയുന്ന കുറെ സ്റ്റുഡൻസ് അത് ചെയ്യുന്നുണ്ട് ആക്ച്വലി. പിന്നെന്തായിരുന്നു, ഒരുമാതിരി ഡൗട്ട്സ് ഒക്കെ ആയിരുന്നു. യെസ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് വരാനായിട്ട് ഉദ്ദേശിക്കുന്ന കുറേ പേർക്ക് സംശയമുണ്ട്, ഓൺലൈനിലൂടെ ആർട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട്, ഓൺലൈനിലൂടെ ആർട്ട് പഠിക്കാൻ പറ്റുമോ? ഇപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് വെച്ചാൽ കൂടുതലും റെക്കോർഡ് വീഡിയോസിലൂടെ മെത്തേഡ് ആൻഡ് ടെക്നിക്സ് ആണ് പഠിപ്പിക്കുന്നത്. ബാക്കി വീക്ക്ലി മീറ്റിംഗ് ഒക്കെയാണ് വരുന്നത്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് റെക്കോർഡ് വീഡിയോസിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ടോ? പുതിയൊരാൾ പെട്ടെന്ന് ഓൺലൈൻ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് ആ റെക്കോർഡ് വീഡിയോസിൽ റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കുക? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മള് ഡയറക്റ്റ് ആയിട്ട് വേറൊരിടത്ത് പോയിരുന്ന് പഠിക്കുന്നതിനേക്കാളും നമ്മുടെ ഒരു കംഫർട്ട് സോണില് നമ്മുടെ ടൈം അനുസരിച്ച് നമ്മുടെ ഒരു
നമ്മളൊരു സേഫ് സ്പേസിൽ ഇരുന്ന് പഠിക്കുന്നത് ഇച്ചിരി കൂടെ എന്നെ പോലുള്ളവർക്കായിരിക്കും എന്തായാലും എനിക്കത് ഇച്ചിരി കൂടെ കംഫർട്ടാണ്. ഒരു നമ്മളുടെ ടൈം എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളത്രയും ടൈം എടുക്കാം. പിന്നെ സാറിന്റെ വീഡിയോസിൽ ഇച്ചിരി കൂടെ ഓരോ ചെറിയ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് പോയി ക്ലിയർ ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോയി നോക്കിയിട്ട് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അത് ഇച്ചിരി എനിക്ക് തോന്നുന്നത് ഓൺലൈൻ വീഡിയോസ് ആയിരിക്കും അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിരിക്കും ഇച്ചിരി കൂടെ ഓഫ്ലൈനേക്കാൾ എനിക്ക് ഇച്ചിരി കൂടെ യൂസ് ചെയ്തെന്ന് തോന്നുന്നു. വീക്കിലി മീറ്റിംഗ് എങ്ങനെയുണ്ട്? യൂസ്ഫുൾ ആകുന്നുണ്ടോ? വീക്കിലി മീറ്റിംഗിൽ പങ്കെടുക്കാറുണ്ടോ? ഒരുമാതിരിപ്പെട്ട എല്ലാത്തിലും പറഞ്ഞത് എന്തെങ്കിലും മാക്സിമം എന്തെങ്കിലും അത്രയും ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ മിസ് ചെയ്യാറുള്ളൂ. സാറിന്റെ കാര്യത്തിൽ ഒരു ഡ്രോയിങ്ങിനേക്കാളും കൂടുതൽ ഞാൻ മെയിൻ ആയിട്ട് വീക്ക്ലി മീറ്റിംഗിൽ വരുന്നത് ഒരു എന്താ പറയാ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയാ. പ്രത്യേകിച്ച് ഒരു ഗോളില്ലായ്മ എന്നൊരു പ്രശ്നം എനിക്ക് പണ്ടോട്ടേ ഉണ്ടായിരുന്നു. സാറിന്റെ ക്ലാസ്സിൽ വന്നേ പിന്നെ ഒരു എന്താ പറയാ ഒരു ലൈഫിൽ പ്രത്യേകിച്ച് ഒരു ഗോൾ വന്നതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് ഇത് ചെയ്യണം അല്ലെങ്കിൽ കാര്യങ്ങൾ ഈ ഒരു ടൈമിൽ ഇത് ചെയ്യണം. എന്താ പറയാ കുറച്ചും കൂടെ ഒരു മോട്ടിവേഷൻ ആയിട്ടും ലൈഫിൽ ഗോൾ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഡെയിലി ഒരു ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ കുറച്ചും കൂടെ ഒരു ബെറ്റർ അപ്രോച്ച് ഇപ്പൊ ലൈഫിൽ വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. നമുക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ ഒരുപാട് നമ്മളെ പോലുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിലിട്ടൊരു പോസ്റ്റ് ശ്രദ്ധിച്ചു. യുഎയിൽ എൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് ചോദിച്ചിട്ടൊരു പോസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട് മറ്റുള്ളവരുടെ സപ്പോർട്ട്? അത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് മാറുന്നുണ്ടോ? ഭയങ്കരമായ സപ്പോർട്ടുള്ള ഒരു ഗ്രൂപ്പാണത്. ഇപ്പം നമ്മുടെ ഡ്രോയിങ്സ് നമുക്കിപ്പോ കാണിക്കുമ്പോൾ അപ്പൊ നമുക്ക് തന്നെ അറിയാൻ പറ്റും അതിനകത്ത് കുറെ കുറവുകൾ ഉണ്ടെന്ന്. നമ്മളപ്പ എല്ലാവരും സ്റ്റുഡൻസ് ആണ്, ഒരു വലിയ ഒരു പെർഫെക്ഷൻ ഒന്നും ആരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പക്ഷെ എന്നാലും അതിനകത്ത് എല്ലാവരും നല്ല രീതിയിൽ ഒരു എൻകറേജ്മെന്റ്, ചുറ്റിനുള്ള ഒരു 10 പേര് നല്ലത് പറയുമ്പോൾ നമുക്ക് തന്നെ ഇതിൽ നന്നായിട്ട് വരയ്ക്കും. നമുക്ക് ഓൾറെഡി അറിയാം ഈ പിക്ചേഴ്സിന് ഇത്രയും കുറവുണ്ട്, നമ്മൾ വരച്ച് വരുന്നതേ ഉള്ളൂ എന്നൊക്കെ അറിയാമെങ്കിൽ കൂടി ആ ഒരു എൻകറേജ് ചെയ്യാൻ ചുറ്റിനും കുറച്ച് പേരുണ്ട്, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്, നമ്മളെ കാണാൻ. ഇപ്പൊ നമ്മള് വീട്ടിലിരുന്നാ പഠിക്കുന്നത്, അപ്പം ഇത് നമുക്ക് എല്ലാവരെയും കാണിക്കാൻ പറ്റൂല. ഇപ്പം നമ്മൾ പുറത്തൊരു ക്ലാസ് റൂം പോയിരിക്കുകയാണെങ്കിൽ ഇപ്പം ചുറ്റിനും 10 പേരുണ്ടാവും, അവർക്ക് 10 പേരുടെ അഭിപ്രായം കാണാൻ പറ്റും. പക്ഷെ ഇതിപ്പം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അത് വിലയിരുത്താനും അത് കൊള്ളാം അല്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറയാനും, പക്ഷെ മാക്സിമം അത്രയും എൻകറേജ്മെന്റ് ഉള്ള ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് അവരങ്ങനെ നെഗറ്റീവ് പറയാറില്ല. പിന്നെ സാറ് അത് ഒരു വീക്ക്ലി മീറ്റിംഗ്സിലും അതിൻ്റെതായ ഒരു സാറ് റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് നമുക്കിപ്പോൾ പോസിറ്റീവ് അറിയാൻ പറ്റും, നെഗറ്റീവ് അറിയാൻ പറ്റും. യെസ്, ഒരുപാട് സന്തോഷം. ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ? ശരി. യെസ്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഫാത്തിമയോട് സംസാരിക്കുമ്പോൾ ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം 1 to 1 എൻ്റെ അടുത്ത് ഇത്രയധികം ചോദ്യം ചോദിച്ചൊരു സ്റ്റുഡൻറ്റ് ഫാത്തിമ തന്നെയാണെന്ന് പറയുന്നു. സോ അതിന് ഞാൻ റിയലി എൻ്റെ ഹാർട്ടിൻ്റെ അകത്ത് റിയലി അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ ലൈഫിൻ്റെ ഡ്രീംസും ഗോൾസും കണ്ടെത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുപാട് പൊട്ടൻഷ്യൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ എന്തൊക്കെയോ കാരണം കൊണ്ട് അതൊക്കെ നമ്മളിങ്ങനെ മൂടി വെച്ച് ജീവിക്കുക എന്നാണ് ശരിക്കും പറയാം. അതൊക്കെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളും നമ്മുടെ വീക്കിലി മീറ്റിംഗും നമ്മുടെ കമ്മ്യൂണിറ്റിയിലും കാണാം. മാക്സിമം യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത ഹോൾ ഓഫ് ഫെയിമിൽ നമുക്ക് വീണ്ടും നേരിട്ട് കാണാം. അപ്പം എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ.